Watch India's largest kids library only on Jio Hotstar. Download the app now. വലിയേട്ടാ ഗുഡ് മോർണിംഗ്. എന്റെ വലിയേട്ടാ ഗുഡ് മോർണിംഗ് അല്ലേ പറയേണ്ടത്? എന്ന് പറയുന്നതിന് പകരം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ ആ ദിവസം നന്നാവൂലേ? ഓയ് മോട്ടു, നീ മണ്ടത്തരം പറയുന്നൊന്ന് നിർത്ത്. നീ കണ്ടില്ലേ ഞാനൊരു എക്സ്പെരിമെന്റ് നടത്തുന്നത്? അല്ല, എക്സ്പെരിമെന്റ് ചെയ്യാനല്ലാതെ വേറെ എന്ത് ജോലി ചെയ്യാനാ നിങ്ങൾക്കറിയാ? നിങ്ങളുടെ എല്ലാ എക്സ്പെരിമെന്റും പൊട്ടി പാളീസാവ് അല്ലേ? നിങ്ങൾ എന്റെ കൂട്ടുകാരനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല. പിന്നെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നീ ആദ്യം പറഞ്ഞതാ പത്ലു. ഞാൻ അവനെ പോലെ ഒന്നും ചെയ്യില്ല. ഞാനൊരു സയന്റിസ്റ്റ് ആണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് ജോലികൾ ഉള്ളതാ. എപ്പോഴും ഇങ്ങനെ ചളി അടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എനിക്ക്. അതെ, സയന്റിസ്റ്റ് ആവുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഞാനും ഒരു സയന്റിസ്റ്റ് ആവും, എന്നിട്ട് എക്സ്പെരിമെന്റുകളും ചെയ്യും, അല്ലേ പത്ലു? ആ അതെ അതെ മോട്ടു, അല്ലാതെ പിന്നെ. എന്നാലും എന്നാലും ഇല്ല എന്റെ പത്ലു. ഇന്ന് ഞാൻ വലിയേട്ടനെ കാണിച്ചു കൊടുക്കും. അതായത് എനിക്കും ഒരു സയന്റിസ്റ്റ് ആവാൻ പറ്റുമെന്ന്. യെസ്, എന്നാ നോക്കൂ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. പൊളിച്ചെടുത്തല്ലോ. താൻ എന്ത് പണിയെ കാണിച്ചത്? പെർഫെക്റ്റ്. എന്തോന്ന് പെർഫെക്റ്റ്? അറിയില്ല, പക്ഷെ പെർഫെക്റ്റ് പൊട്ടിത്തെറിയായിരുന്നു. കൊള്ളാം, എന്ത് നല്ല മണം. എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല പെർഫ്യൂം ഈ ഞാൻ ഉണ്ടാക്കിയതെന്നാ. നീ പറഞ്ഞത് ശരിയാ മോട്ടു. ഇത്രയും നല്ല മണം ലോകത്തിലെ ഒരു പെർഫ്യൂമിനും ഇല്ലെന്നാ തോന്നുന്നത്. ഗസിറ്ററാം, ഇനി പറ, മണം എങ്ങനെയുണ്ട്? പൊളിച്ചെടുത്തല്ലോ. എന്ത് നല്ലൊരു മണമാണ്. അല്ല, ഇതെന്താ ഗസീറ്റാറാം അദൃശ്യനായി, ഇൻവിസിബിൾ. പൊളിച്ചെടുത്തല്ലോ. മമ്മി, എന്നെന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ശരിയാക്ക്, വേഗം ശരിയാക്ക്. ഫോട്ടോ നിന്നെ ഞാൻ മോട്ടു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഡോക്ടർ ചട്ക, മോട്ടു ഇൻവിസിബിൾ ആക്കാൻ ഒരു ലിക്വിഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എന്നെ അപ്രത്യക്ഷമാക്കിയവൻ. ഇതെങ്ങനെയാ സംഭവിച്ചത് കസിട്ട്? എനിക്കറിയില്ല. ദേ, ഞാൻ എന്റെ കയ്യിലുള്ള ഈ സ്പ്രേ ഇല്ലേ, ദേ ഇതുപോലെ ഞാൻ അവന്റെ ദേഹത്തൊന്ന് അടിച്ചു. പെട്ടെന്നല്ലേ കാണാതായത്. ഇവൻ നിങ്ങളെ അപ്രത്യക്ഷമാക്കിയ ഡോക്ടർ ചട്ക. മോട്ടു ഓടിക്കോ, അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ ഇവരുടെ കയ്യിൽ നിന്ന് അടി മേടിക്കേണ്ടി വരും. വേഗം ഓടിക്കോ മോട്ടു. നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഞാൻ അനുസരിച്ചാൽ എന്റെ കാര്യം പോക്കാണ്. ഭൂതം, ആരെങ്കിലും വേഗം പോലീസിനെ വിളിക്കണേ, വേഗം. മോട്ടു പത്ലു, വേഗം ഓടിക്കോ. ഭൂതം, ഭൂതം ദാ വരുന്നത് കണ്ടില്ലേ? എന്റെ ചിങ്കം സാർ, അത് ജഡ്കയും ഗസീറ്റാറാമുമാണ്. മോട്ടുവിന്റെ ഒരു എക്സ്പെരിമെന്റ് കാരണം അവർ അപ്രത്യക്ഷമായതാ. അതിന് മോട്ടു എപ്പോഴാ സയന്റിസ്റ്റ് ആയി മാറിയത്? ഓ ചിങ്കം സാറേ, ഞങ്ങളെ ഒന്ന് പഴയ രൂപത്തിലാക്ക്. ആ മോട്ടുവിനോടൊന്ന് പറയ്. ഒന്ന് തെളിച്ച് പറയൂ, എന്താണ് സംഭവിച്ചത്? ഞാൻ ഡോക്ടർ ജഡ്കയെ കാണിക്കാൻ വേണ്ടി കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് വളരെ നല്ല മണമുള്ള ഒരു പെർഫ്യൂം ഉണ്ടാക്കി. എന്റെ അമ്മോ, പെർഫ്യൂം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനൊന്ന് കാണട്ടെ. എവിടെയാണ് ആ പെർഫ്യൂം? ചിങ്കം സാറേ, ഇത് നിങ്ങളുടെ മേലിൽ ഒരിക്കലും ഒഴിക്കരുത്. ഈ സ്പ്രേ അടിച്ചതിന് ശേഷമാണ് ഡോക്ടർ ജഡ്കയും ഗസീറ്റാറാമും ഇതുപോലെ ആയത്. Impossible. അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. പെർഫ്യൂം അടിച്ചതുകൊണ്ട് മാത്രം ഒരാളെങ്ങനെ അപ്രത്യക്ഷമായി പോകും? ഇതാ കണ്ടോളൂ, ഞാനിപ്പോ എന്റെ ദേഹത്ത് പെർഫ്യൂം അടിക്കാൻ പോവാണ്. ഞാനും അപ്രത്യക്ഷമായോ? ആയില്ലല്ലോ. സോറി ടു ടെൽ യു സാർ, നിങ്ങളും അപ്രത്യക്ഷമായിരിക്കുകയാണ്. മോട്ടു ഓടിക്കോ. സമോസ കഴിക്ക്. അല്ല, ഇതെന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നേ? എന്തിനാ കിടന്നിങ്ങനെ ഓടി വരുന്നേ? അതൊന്നും ചോദിക്കല്ലേ ചേട്ടാ, കഴിക്കാൻ കുറച്ച് സമൂസയും എടുത്ത്. ഞാനാ ഈ സ്പ്രേ ഉണ്ടാക്കിയത്. ഈ സ്പ്രേ ആരുടെയൊക്കെ ദേഹത്ത് അടിക്കുന്നു അവരെ അങ്ങ് കാണാതാവുന്നു.
നിങ്ങളെ വെറുതെ വിടില്ല ഞാൻ. നിൽക്കൂ ഇവിടെ. അയ്യോ അയ്യോ ആ, ഭൂതം ഔ. നല്ലോ തല്ല്. ഈ ജോണായിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. ഞാൻ അപ്രത്യക്ഷനായി എല്ലാം മോഷ്ടിക്കും. എന്നെ തടയാൻ ആരുണ്ട്? പറയടാ, എന്നെ തടയാൻ ആരുണ്ട്? കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയെ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് അപ്രത്യക്ഷനാവടാ. ആ മാല ഞങ്ങളുടെ കയ്യിലേക്ക് തന്നേക്ക്. ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. എന്റെ പത്തിലും എന്തെങ്കിലും ചെയ്യൂ. ഇവരൊക്കെ നമ്മളെ വല്ലാതെ തല്ലുന്നു. മിണ്ടാതെ അവിടെ ഒളിച്ചിരുന്നോ? മര്യാദയ്ക്ക് വാതിൽ തുറന്നോ? അല്ലെങ്കിൽ വാതിൽ തല്ലിപ്പൊട്ടിക്കും. മര്യാദയ്ക്ക് തുറക്കാനല്ലേ പറഞ്ഞേ? അതിന് തുറക്കാൻ. ആരാണ് അവിടെ കിടന്ന് വായിട്ടടക്കുന്നത്? ഇടിച്ചിടിച്ച് റൊട്ടിയാക്കും ഞാൻ. സോറി സോറി. ക്യാരി ഓൺ ക്യാരി ഓൺ. ഭൂതം. ബോക്സർ, ഇത് ഞാനാണ്. ദ നെയിം ഈസ് ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. എംപോസിബിൾ. ഓയ് സോറി സോറി ചിങ്കം സാർ. നിങ്ങൾ എപ്പോഴാ ഭൂതമായേ? എങ്ങനെ? സോറി സോറി ടു ഹിയർ. ഇങ്ങനെ ബോധം കെട്ട് കിടന്നാ നിങ്ങളെ അവസാനം ഭൂതമാക്കും. വരൂ, മോട്ടുവിന്റെയും പത്തിലുവിന്റെയും വാതിൽ പൊളിക്ക്. എണിക്ക്. ഇത് ഡോക്ടർ ജഡ്കയുടെ സൗണ്ട് അല്ലേ? അയാളും സോറി സോറി. പൊളിച്ചെടുത്തല്ലോ. എന്താ ആലോചിക്കുന്ന ബോക്സറേട്ടാ? വേഗം വാതില് തല്ലി പൊട്ടിക്കൂ. ഇന്ന് ഞങ്ങള് മോട്ടുപത്രുനെ ഭൂതങ്ങളാക്കിട്ട് ഇവിടുന്ന് പോവുള്ളൂ. കസീറ്റാറാം, നിങ്ങളും ഭൂതമായി മാറിയോ? മോട്ടുപത്തിലു, ഫുർഫുറി നഗരം മുഴുവൻ ഭൂതങ്ങളാണേ. ഓടിക്കോ, പിന്നിലെ വാതിലൂടെ ഇറങ്ങി ഓടിക്കോ. ഡോക്ടർ ജഡ്ക ഓടിയത് കൊണ്ടൊന്നും പ്രയോജനമില്ല. ഞങ്ങളെ തല്ലിയത് കൊണ്ടൊന്നും പ്രയോജനമില്ല. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. ഇപ്പൊ സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. വരൂ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആലോചിക്കാം നിങ്ങളെ ഇനി എങ്ങനെ ശരിയാക്കാന്ന്. ഏയ് പത്തിലു, നീ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ ആദ്യം ഞങ്ങളെ ഉള്ളിൽ ഒതുക്കി വെച്ച ദേഷ്യം ഒന്ന് പുറത്തെടുക്കട്ടെ. എല്ലാത്തിനും ശരിയാക്കി തരാം. മോട്ടുദേ, അത് കണ്ടോ? അവരെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ പറ്റുമെന്നാ. നീ എല്ലാവരുടെ മേത്തും വെള്ളം ഒഴിക്ക്. അതിനുള്ളിൽ ഞാൻ വണ്ടി നിർത്താം. അതെ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്. ഇനി തല്ലുന്നൊന്ന് നിർത്തിക്കൂടെ? ഈ സ്പ്രേയുടെ മറുമരുന്ന് വെള്ളമാണ്. എന്നാൽ ഇപ്പൊ ആ സ്പ്രേ എവിടെയാ? അതാ ചായക്കട ചേട്ടന് കടയിൽ എവിടെയോ വീണിട്ടുണ്ട്. എന്താ പറഞ്ഞ? ശരി ശരി, ഞാൻ നോക്കാം. ഓക്കേ. സ്പ്രേ മിക്കവാറും ജോണിന്റെ കയ്യിലാവും ഉണ്ടാവുക. എനിക്കൊരു ന്യൂസ് കിട്ടി. ഒരു ഭൂതം നമ്മുടെ നഗരം മുഴുവൻ മോഷ്ടിച്ചോണ്ടിരിക്കുകയാണെന്ന്. അത് കള്ളൻ ജോൺ അല്ലാതെ വേറെ ആരുമാവാൻ സാധ്യതയില്ല. അവനെ പിടിച്ചേ പറ്റൂ. പക്ഷെ എങ്ങനെ? എന്റെ പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ.
നിങ്ങളോ? എനിക്ക് തോന്നുന്നു നമ്മളെ കാണാൻ പറ്റുന്നത്. യെസ് ബോസ്, നമ്മളെ എല്ലാവർക്കും കാണാം. ആ സ്പ്രേ എവിടെ? അത് മൊത്തം തീർന്നു പോയല്ലോ. ഇത് ബോട്ടിൽ മാത്രമേ ഉള്ളൂ ഇനി. വേണ്ട. ശരി, സംഭവിച്ചെല്ലാം നല്ലതിന്. ഇനി സംഭവിക്കുന്നതും രക്ഷിക്കണേ, രക്ഷിക്കണേ. ആരെങ്കിലും പോലീസിനെ വിളിക്കണേ. പോലീസ് എന്തായാലും വരും, പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്. അതുവരെ നീ നല്ല തല്ല് വാങ്ങിച്ചോ. ഗുഡ് ഐഡിയ. Watch India's largest kids library only on Geo Hotstar. Download the app now.